MFC കാലിഫോർണിയ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ക്ലബ് ഉണ്ട്. ഇത് നോർത്ത് അമേരിക്കൻ മലയാളി സോക്കർ ലീഗിൽ ഇപ്പൊ കറന്റ്ലി 9 ക്ലബ്ബാണ് ഉള്ളത്, ഫ്രാഞ്ചൈസി ക്ലബ്ബുകൾ. അപ്പൊ അത് ഓൾ US കാനഡ ബേസ്ഡ് ലീഗാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 3-4 ഇയേഴ്സ് ആയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കളിക്കുന്നുണ്ട്. ഈ വർഷം ഞങ്ങളിപ്പോൾ ഈ ജൂലൈ എൻഡിൽ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പൺ ലീഗ് ടീമുണ്ട്. അതുപോലെ ഞങ്ങൾ പോകുന്നത് പ്രമാണിച്ച് നമ്മൾ 40+ ടീം നമ്മൾ പോകുന്നുണ്ട്. കുട്ടിക്ക് വരെ ഇത്ര വലിയ ഭാഗ്യം കിട്ടിയില്ല. കാരണം 7ാമത്തെ വേൾഡ് കപ്പാണ് ഞാൻ പോകുന്നത്. ഇന്ത്യയിലെ ഒരു പ്ലെയേഴ്സിന് കിട്ടിയിട്ടില്ല. പ്ലെയേഴ്സ് എന്നല്ല, ഓരോ ആൾക്കാർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ല. ബിക്കോസ് എൻ്റെ ചേട്ടൻ ഗോപേട്ടൻ എന്നെ ഇത്രയും കാലം ഇത്രയും വേൾഡ് കപ്പ് എന്നെ കൊണ്ടു നടന്നത് അമേരിക്കയിൽ വരെ കൊണ്ടുവന്നത് എൻ്റെ ചേട്ടൻ തന്നെയായിരുന്നു. സുബേരക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോലും. പിന്നെ ഇവിടെ വരാൻ പറ്റിയത് ദീപ, അല്ലെങ്കിൽ ഇവിടേക്ക് വന്നില്ലല്ലോ, സത്യമല്ലോ, കാരണം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ, അവിടെ കുറച്ച് പേരുണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ പോവുക. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ രാജി അവരെ ഫാമിലി അടുത്ത് വരാൻ പറഞ്ഞത് വീട്ടിലേക്ക്. ഞാൻ വിചാരിച്ചു വീട്ടിലേക്കാണല്ലോ പോണേ, കുഴപ്പമൊന്നുമില്ല. അവിടെ മോശം ഡ്രസ്സല്ല, ഇത് വേൾഡ് കപ്പിന്റെ ഡ്രസ്സാണ്. സുബരക്കാരനാണ് എനിക്കത് ബനിയൻ. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയൊരു വലിയ ഭാഗ്യമാണ്. ഇത്ര മലയാളീനെ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയതിന് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് ദിവസം ഉണ്ടല്ലേ ഏട്ടാ ഇവിടെ. 21-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് നാളെ മറ്റന്ന് പോവും. തീർച്ചയായിട്ടും വീണ്ടും തിരിച്ചു വരാം. ഇങ്ങനെ നല്ല പരിപാടി വയ്ക്കുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി. ക്ലബില് കോച്ച് വിളിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വരും. ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളെ ഇത്രയധികം ആൾക്കാരെ കാണാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ചെയർമാൻ ഗോപുനന്ദനത്ത് 9ാമത്തെ വേൾഡ് കപ്പ് കാണാനാണ് യൂസിൽ വന്നത്. വിജയൻ 7th വേൾഡ് കപ്പാണ്, ഞാൻ 6th വേൾഡ് കപ്പാണ്. അത് 98 ഓൺവേർഡ്സ്, 98, 2002, 2006, 2010. ഞാൻ 10ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 14, 18, 22, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പോവാണ്. ഇനി അടുത്ത വർഷം എവിടെയാണെന്ന് അറിയില്ല. ഐ മീൻ മൊറോക്കോ, സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. 3 കൺട്രിയിലാണ് മൊറോക്കോ, സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. അവിടെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ എല്ലാ വേൾഡ് കപ്പിന്റെയും സെമി ഫൈനൽസും ഫൈനൽസുമാണ് കാണാറ്. കൂടാതെ ഞങ്ങൾക്ക് വി ഹാവ് 65 ഷോറൂംസ് അക്രോസ് കേരള. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഫുട്ബോളിന്റെ. ഫുട്ബോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ LED TVs വിൽക്കുന്ന ഒരു സീസണാണ്. സോ വി ഹാവ് സോർട്ട് ഓഫ് ക്യാമ്പയിൻസ്, ആഡ് ഫിലിം മേക്കിംഗ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ ലീഡ് ചെയ്യുന്നത് വിജയനെ. ചെയർമാൻ എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് മലയാളികളെ ഇത്രയും കാണുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു കൈയടിച്ച് എല്ലാവരും. കാരണം വേറെ ഒന്നല്ല, ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വരുമ്പോൾ ഒരു ഫാമിലിയുടെ വീട്ടിൽ വരണം, വിജയനൊന്ന് കാണണം, പരിചയപ്പെടണം എന്ന് വിചാരിച്ച എല്ലാവരും കൂടി വന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും, ദീപയാണ്, ദീപ എൻ്റെ കസിനാണ്, സുധീർ എൻ്റെ കസിനാണ്, എൻ്റെ അമ്മാവൻ്റെ മകളാണ്. അപ്പോൾ ഇവര് വീട്ടിൽ ഞങ്ങൾ വന്നു. അപ്പം സോറി ഇതാ തമാശ. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും കാണാനും പരിചയപ്പെടാനും ഇവിടെ വന്ന് നിങ്ങൾ നേരിൽ കണ്ടതിൽ തന്നെ വളരെ സന്തോഷം. ഞങ്ങൾ CEO പറഞ്ഞു, ഞങ്ങൾ 98 മുതൽ ഞങ്ങൾ വേൾഡ് കപ്പ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ 8ാമത്തെ 9ാമത്തെ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു ഭാഗ്യം, അത് സെമി ഫൈനലും ഫൈനലും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് വിജയൻ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് 2002 തൊട്ട് വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നമ്മുടെ കൂടെയുണ്ട്. അന്ന് മുതൽ വിജയൻ എൻ്റെ കൂടെ എല്ലാ വേൾഡ് കപ്പ് സെമി ഫൈനലും ഫൈനലും കാണാൻ വരും. ഇപ്പോഴും ഇതാ അമേരിക്കയുടെ മണ്ണിൽ വന്ന് നിങ്ങളെല്ലാവരും ഒപ്പം കണ്ട് നിങ്ങളുടെ കൂടെ നിന്ന്
ഈ സന്തോഷം ഈ സായാഹ്നത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാജീവ് വിനോദ്, സോറി, ആ ഫാമിലി അവരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം അവർ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കുറച്ച് മലയാളികൾ എല്ലാവരും കൂടി നടക്കുന്ന ഒരു സോക്കർ ടീമുണ്ട്, ഒന്ന് പരിചയപ്പെടുമെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളെല്ലാവരും നേരിൽ കാണാനും ഇവിടെ വന്ന് നിങ്ങളുടെ സന്തോഷം പങ്കുചേരാനും വിജയനൊത്ത് ഈ സായനം സന്ധ്യയിൽ വെച്ച് എല്ലാവരും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഡേ.